ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ 2 ദിവസമായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അതുകൊണ്ട് വ്ളോഗ് അങ്ങനെ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. മാത്രമല്ല എൻ്റെ ചാനലിൻ്റെ പേരെന്ന് പറയുന്നത് ആശാസ് കിച്ചൺ ആൻഡ് വ്ളോഗ് എന്നല്ലേ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ പാചകക്കുറിപ്പും കൂടെ എന്തെങ്കിലും ഇട്ടില്ലെങ്കിൽ ശരിയാകില്ല. കാര്യം ആദ്യമൊക്കെ ഞാൻ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. കറികളുടെയും പലഹാരങ്ങളുടെയൊക്കെ റെസിപ്പികളൊക്കെ തന്നെ ഇട്ടിട്ടാണ് തുടങ്ങിയത്. പിന്നെയാണ് വ്ളോഗായത്. അപ്പോൾ എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ഇട്ടില്ലെങ്കിൽ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആശ എന്നുള്ളത് എൻ്റെ പേരാണ് കേട്ടോ. ആശാസ് കിച്ചൺ എന്ന ചാനലിന് പേരിട്ടത് എൻ്റെ മോനാണ്. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. രാവിലെ ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പം കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഗ്രീൻ പീസ് കറിയാണ് തയ്യാറാക്കുന്നത്. പിന്നെ അരിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചോറും എല്ലാം രാവിലെ തന്നെ റെഡിയാക്കണം. എനിക്കൊന്ന് അമ്പലം വരെ പോകണം. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ചോറ് വെച്ചിട്ടാണ് പോകണമെങ്കിൽ പിന്നെ നമുക്ക് വന്നിട്ട് പിന്നെ വേറെ കറി ഉണ്ടാക്കുന്ന ജോലിയേ ഉള്ളൂ. പിന്നെ തുണികളെല്ലാം കഴുകി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വെയിലെറിക്കണമെന്നുണ്ടെങ്കിൽ വന്നിട്ട് അതൊക്കെ ഒന്ന് വിരിച്ചിടണം എന്നൊക്കെ ഒരു കണക്കൂട്ടൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇടിയപ്പം ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് കുറച്ച് പൊടി ബാക്കി വന്നപ്പോൾ ഞാനത് ഉണ്ട പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. തേങ്ങയും പഞ്ചസാരയും പൊടിയൊക്കെ കൂടെ നന്നായിട്ട് കുഴച്ചിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ചിരുന്നതാണ്. എനിക്കിഷ്ടമാണ് അങ്ങനെ കഴിക്കാനായിട്ട്. ഇവിടെ അനിക്കുട്ടിക്കും ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ടുപേരും കഴിക്കും. അപ്പോൾ അതും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ച് പിന്നെ ഇടിയപ്പത്തിന് കൂടെ ഗ്രീൻ പീസ് കറിയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞാൻ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ ഒരുപാടൊന്നും ലേറ്റ് ആയിട്ടില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് പോരാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓട്ടോയിലാണ് തിരിച്ചു പോകുന്നത്. രാവിലെ അങ്ങോട്ട് പോയപ്പം വെയിലില്ല, പക്ഷെ തിരിച്ചു വന്നപ്പോൾ നല്ല വെയിലായിരുന്നേ. അപ്പോൾ വെയിൽ കൊണ്ട് എനിക്ക് പെട്ടെന്ന് തലവേദന ഉണ്ടാവുക. അതെപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. വെയിൽ കൊണ്ടേ പിന്നെ തലവേദന വന്ന് കിടപ്പായിപ്പോവും. അപ്പോൾ ഞാൻ അമ്പലത്തിൽ നിന്ന് വന്ന് ഓട്ടോയ്ക്കാണ് വന്നത്. അങ്ങനെ പിന്നെ വഴുതനങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പച്ചക്കറിയും വാങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് ഉപ്പ് വെള്ളത്തിലൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് കറയിന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ കഴുകി വെച്ച തുണികളെല്ലാം വിരിക്കാൻ വേണ്ടിയിട്ട് ടെറസിൽ വന്നിട്ട് അതൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം കഴുകിയ തുണികളും ഉണ്ടായിരുന്നു. കാര്യം മഴ ഇത് കാരണം നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതും എടുത്ത് വിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മെഷീനിൽ കിടന്ന തുണികളും ഒക്കെ എടുത്ത് വിരിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പം. നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് കറി വയ്ക്കാനായിട്ട് കൂട്ടുമീനാണ് കിട്ടിയത്. അപ്പോൾ ഞാനത് നന്നായി ക്ലീനാക്കിയൊക്കെ എടുത്തിട്ട് അരപ്പ് കൂട്ടി കറി അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. കറി അടപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ തുണി വിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അത് പരവയെന്ന് പറഞ്ഞൊരു മീനാണ് കേട്ടോ. അത് കറിയിലിടാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഫ്രൈ ആക്കി എടുത്ത് അങ്ങനെ ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതൊരു 2:30 മണി കഴിഞ്ഞിട്ട് 2:30 മണി കഴിഞ്ഞ ഒരു സമയമാണ് കേട്ടോ. ഉച്ച സമയമെന്ന് തന്നെ പറയാമല്ലേ, വൈകുന്നേരം ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിത് ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ വീടിനടുത്തുള്ള ജംഗ്ഷനില്ലേ, ഇന്നാളെ ഞാൻ വീഡിയോയിൽ കാണിച്ചായിരുന്നു. ആ ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ഇവിടെ എപ്പോഴും നിറയെ ആളുകളാണ്. പക്ഷേ ഇപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് ആരില്ല. ഉഷക്കുട്ടിയാണ് കേട്ടോ ആയിരിക്കുന്നത്. ഉച്ച സമയമായതുകൊണ്ട് ഈ ബസ് സ്റ്റോപ്പിൽ ആരുമില്ല. മിക്കപ്പോഴും ഈ ബസ് സ്റ്റോപ്പിൽ നിറയെ ആൾക്കാരായിരിക്കും. അപ്പം ഞങ്ങളത് പറയുക, എന്തായാലും ഒരു വീഡിയോ എടുത്തേക്കാം, ഇവിടെ ആരും ഇല്ലല്ലോ. ആ കാണുന്ന റെയിൽവേ ക്രോസ് ആണ് കേട്ടോ അപ്പുറേ കാണുന്നത്. അങ്ങനെ ഞങ്ങളങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു കാലി ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒരു വെള്ളിമുങ്ങയായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ കയറിയിട്ട് കണിച്ചുളങ്ങര ജംഗ്ഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ അത് അന്നത്തെ ദിവസത്തെ വീഡിയോ തീർന്നു കേട്ടോ. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. 2 ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന. കാര്യം അന്ന് എനിക്ക് പിന്നീട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ ചേർത്തലേക്ക് പോയി കഴിഞ്ഞ് പിന്നെ സമയമില്ലായിരുന്നു, ഉച്ചയ്ക്ക് തന്നെ പോയല്ല. അത് കാരണം പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇത് പിറ്റേ ദിവസം രാവിലെ നമുക്ക് പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരി അരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ തന്നെയാണ് അരി അരച്ച് വെച്ചതും പുളിപ്പിച്ചെടുത്തത്. 1 മണിക്കൂറിന് ശേഷം എടുത്ത് അപ്പം ഉണ്ടാക്കിയാണ്. ഞാൻ കഴിഞ്ഞ ഒരു ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് അപ്പമാണ്, ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ കടലക്കറിയാണേ, അപ്പവും കടലക്കറിയാണ്. അപ്പോൾ ദേ മോള് പോകാനായിട്ട് റെഡിയായി വന്നു. അപ്പോൾ ഞാൻ കറി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ ദേ മോള് ചെയ്യുന്ന കണ്ട, കടല കഴിക്കത്തില്ലേ, ചാറ് മാത്രം എടുക്കുന്ന കണ്ട. ഞാനെടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, അമ്മ കടല ഇടും, അതുകൊണ്ട് ഞാൻ ചാറ് മാത്രം എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരപ്പവും ഇച്ചിരി ചാറും കൂടെ കൂട്ടി കഴിക്കുകയാണേ. അങ്ങനെ ഞാൻ ആ പാലപ്പം ഓരോന്നൊക്കെ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ട്. അപ്പം നല്ല മൊരിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ടതേ അനുക്കുട്ടിക്ക് ഒരപ്പം മൊരിഞ്ഞ് വേണമെന്ന് പറഞ്ഞു, നന്നായിട്ട് മൊരിച്ചെടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരപ്പം നന്നായിട്ട് മൊരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അല്പം പഞ്ചസാരയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കറി ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം. അങ്ങനെ പാലപ്പമൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മോൾക്ക് പോകാനായിട്ട് ഇന്നിപ്പം
അണ്ണൻ വീട്ടിലുണ്ടെങ്കിൽ സൈക്കിളിൽ പോകത്തില്ല. അണ്ണൻ ഒന്ന് ബസ് സ്റ്റോപ്പ് വരെ ആക്കി കൊടുക്കാൻ എപ്പോഴും പറയും. അങ്ങനത്തെ അണ്ണൻ ആക്കാനായിട്ട് പോകുന്നുണ്ട്. ബസ് സ്റ്റോപ്പ് വരെ കൊണ്ട് വിട്ടിട്ട് വരാം. അമ്പലത്തിലാണ്, കണിച്ചുളങ്ങര അമ്പലത്തിലെ സ്റ്റോപ്പിൽ നിന്നാണ് പോകുന്നത് എപ്പോഴും. അപ്പോൾ അങ്ങോട്ട് കൊണ്ടാക്കാൻ വേണം. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ സൈക്കിളിലാണ് പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. പിന്നെ അപ്പോൾ ഇന്ന് സൈക്കിൾ ചവിട്ടാൻ എന്തോ ഒരു മടി പോലെ. പിന്നെ സാധാരണ മഴയുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഓട്ടോയിലൊക്കെ വിടാറുണ്ട്. പിന്നെ ഇന്നിപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് കറി വെക്കാനായിട്ട് മോർണിംഗ് ആയിട്ട് തിരിച്ച് മുള വിട്ടിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് കറി വെക്കാൻ കൊണ്ടുവന്നത് അതും പലതരം മീനായിരുന്നു കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇങ്ങനത്തെ മീനാണ് കിട്ടുന്നത്. ചമ്പനെന്ന മുരശെന്നൊക്കെ പറയുന്ന മീനില്ലേ, കുട്ടൻ, അങ്ങനെ കുറേ പേരുകളുണ്ട് മീനിന്. അങ്ങനെ ആ മീനാണ് കിട്ടിയത് കറിക്ക്. അങ്ങനെ അതും തേങ്ങ അരച്ച് കറിയാക്കി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ. പുളിയൊക്കെ ഇട്ടിട്ടാണ് വെച്ചത്, കുടംപുളി ഇട്ടൊക്കെയാണ് കറി ഉണ്ടാക്കിയെടുത്തത്. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു ചെറിയൊരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇടാം, ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ കിട്ടും. അങ്ങനെ നമ്മുടെ കറികളെല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട്. ഉപ്പും പുളിയും എല്ലാം ചേർത്ത് കറി കൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി അതൊന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കൂടെ ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ അതേ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് മെഴുക്ക് പുരട്ടി എടുത്തതാണ്. പപ്പടം മെഴുക്ക് പുരട്ടി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ കേരമീൻ കറി. അപ്പോൾ ഈ കേരമീൻ കറിയുടെ റെസിപ്പി ഞാൻ പ്രത്യേകം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അതേ നമ്മുടെ കൂട്ടുമീൻ കറിയാണ് അവിടെ അടുപ്പത്തിരിക്കുന്നത്. അപ്പോൾ ആ കറി ഒന്ന് തിളച്ച് ഒന്ന് വറ്റിയൊക്കെ വരുന്ന സമയം കൊണ്ട് ചോറും മറ്റ് കറികളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാനൊക്കെ പോയാണ് ഞാനും അനുക്കുട്ടിയും കൂടെ. അപ്പോൾ ചേട്ടായി ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടായിക്ക് പനിയായിട്ട് വന്നതായിരുന്നു. പനി വന്നിട്ട് മാറുന്നില്ലായിരുന്നു. ഒരു 3-4 ദിവസമായിട്ടും നല്ല പനി തന്നെ ഉണ്ടായിരുന്നു, നല്ല ചുമയും ഒക്കെ ആയിരുന്നു. പിന്നെ മരുന്നൊക്കെ വാങ്ങിച്ച് 2 പ്രാവശ്യം പോയി ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ കുറവുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ചേട്ടായി 3-4 ദിവസമായിട്ട് കഞ്ഞിയാണ് കുടിച്ചുകൊണ്ടിരുന്നത്, ചോറൊന്നും കഴിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പം മീൻകറിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ചോറ് കൊടുക്കാമെന്ന് വിചാരിക്കണം. അപ്പം ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പം ചോറെടുക്കാം, ചോറ് കഴിക്കട്ടെ, കഞ്ഞി ഇന്ന് കൊടുക്കണ്ട, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ചുണ്ടാക്കിയാണ് അടുക്കളയിൽ നിൽക്കുന്നത്. അതിനിടയ്ക്ക് പാട്ടും വെച്ചിട്ടുണ്ട് റേഡിയോയിലെ. കോപ്പിറൈറ്റ് അടിക്കണേന് അതൊക്കെ മ്യൂട്ടാക്കി ഇട്ടിരിക്കുക കേട്ടോ. കാര്യം പാട്ടൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പാട്ടും വെച്ചിട്ടുണ്ട്. കൊച്ചി FM ആണ് കേട്ടോ. നമ്മൾ പല ചാനലും വെക്കാറുണ്ട്. ഒരു കമൻറ്റിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ചാനൽ ഏതാണ് വെക്കുന്നതെന്ന്. നമ്മളെല്ലാം സ്റ്റേഷനും മാറ്റി മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ എല്ലാത്തിലും നല്ല നല്ല പരിപാടികളല്ലേ, നല്ല പാട്ടുകളാണെങ്കിലും നല്ല അറിവുള്ള ഒത്തിരി നല്ല പരിപാടികളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഇപ്പോൾ ടിവിയുടെ മുന്നിൽ പോയിരുന്ന പരിപാടി കാണുകയൊക്കെ വേണ്ട. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെ വേണ്ടല്ലോ. റേഡിയോ ആകുമ്പോൾ നമുക്കിങ്ങനെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ജോലി ചെയ്യാനൊക്കെ നല്ലൊരു രസമല്ലേ. അതുപോലെ ഫോണിങ് പരിപാടി, നമുക്ക് ഫോണിലൂടെ പാട്ടുകളൊക്കെ ചോദിക്കാം. നമുക്കിഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം, പിന്നെ ആൾക്കാരുമായിട്ടുള്ള ഫോണിങ് പ്രോഗ്രാം, ഇതൊക്കെ കേട്ടുണ്ടാക്കി ഇരിക്കുമ്പോൾ നല്ലൊരു രസമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു കേട്ടോ. അപ്പോൾ കറിയൊക്കെ ഞാൻ പറയാം, കറി അടപ്പ് ഇരിക്കുകയാണ്. അത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചോറും കറികളൊക്കെ കഴിക്കാനുള്ള സമയമൊക്കെ ആയി വരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കറി എന്ന് ഞാൻ പറയുന്നത്. കറി നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ പലതരം മീനാണ് ഇതുപോലെ നമ്മൾ തേങ്ങ അരച്ച് കറി വയ്ക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി ചോറും കറികളൊക്കെ എടുക്കാം. ചോറൊക്കെ നല്ല ചൂടാണ് കേട്ടോ. ഞാൻ അടച്ചിട്ടിട്ട് ഞാൻ നിവർത്തിട്ടില്ലായിരുന്നേ. ചോറ് വെച്ചിട്ട് അതുപോലെ തന്നെ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിവർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ആവി പറക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കട്ടെ. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണ കാര്യം മറന്നേക്കരുത് കേട്ടോ. അതും മടിയൊന്നും കാണിക്കണ്ട, ഒരു ലൈക്ക് അടിച്ചേക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവരും സന്തോഷമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.